എന്താ നന്ദ? നീ മോളെ വിളിച്ച് സംസാരിച്ചല്ല ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. നീ അവളോട് ഈ രീതി സംസാരിച്ച അവൾ ഇങ്ങോട്ട് വരുമോ? അവള് വരണമല്ലോ. ഇവിടേക്കല്ലാതെ അവൾ വേറെ എവിടെ പോവാനാ? അങ്ങനെ ചിന്തിക്കരുത് ഊർമിളെ. കഴിഞ്ഞ പ്രാവശ്യം അവള് വന്നപ്പോ പവർ ഓഫ് അറ്റോണിയുടെ പേരിൽ മോള് വല്ലാതെ ഭയപ്പെട്ടു. അതിന്റെ പേരിൽ നീ അവളെ റൂമിൽ പൂട്ടിയിട്ടത് അവൾക്ക് വല്ലാത്ത മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അനുസരിക്കാതിരുന്ന പിന്നെ എന്ത് ചെയ്യും? അതിന് മോളോട് ഇങ്ങനെയൊക്കെ ചെയ്യണോ? തന്റെ സമീപനത്തിന്റെ പ്രശ്നമാണ് ഇതെല്ലാം. നന്ദൻ എന്നെ കുറ്റപ്പെടുത്തുവാണോ? ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയതല്ല. ആദ്യം മോൾക്ക് നമ്മിൽ ഒരു വിശ്വാസം ഉണ്ടാവട്ടെ. അനുവിനോട് സോഫ്റ്റ് കോർണർ അപ്രോച്ച് എടുത്താ നമ്മൾ പ്രതീക്ഷിക്കുന്ന സൈൻ അവളിൽ നിന്നും കിട്ടില്ല. കിട്ടിയില്ലെങ്കിൽ അത് വേണ്ട. വേണ്ടേ? അനുവിന് മനോവിഷമം ഉണ്ടാക്കിക്കൊണ്ട് നീ ആ പവർ ഓഫ് അറ്റോണി വാങ്ങാൻ നോക്കണ്ട. നമുക്കത് വേണ്ട ഊർമിളെ. അപ്പോ സിംഗപ്പൂരിലെ ബിസിനസ് ഇപ്പൊ നടന്നു പോകുന്നത് പോലെ അങ്ങ് പോട്ടെ. ഇതിന്റെ പേരിൽ നീ അനുവിനെ വിഷമിപ്പിക്കരുത്. അവൾക്ക് ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള മാനസിക വിഷമം ഉണ്ടാക്കരുത്. എന്തിനാ പാവത്തിന് ടെൻഷനാട്ടുന്നത്? നമ്മുടെ സമീപനം മാറ്റിയില്ലെങ്കിൽ അനു നമ്മളിൽ നിന്ന് അകന്നു പോകും. നന്ദ, എത്ര വലിയ മനസ്സാ നിങ്ങളുടേത്. എന്റെ മോളോട് നന്ദന്റെ ഈ സ്നേഹം അവള് മനസ്സിലാക്കുന്നില്ലല്ലോ. അതാ എന്റെ ദുഃഖം. ആ, അതിൽ സങ്കടപ്പെടേണ്ടതില്ല. അനു നമ്മളെ സ്നേഹിച്ചോളൂ, വിശ്വസിച്ചോളൂ. ഇനിയിപ്പോ പഠിത്തമൊക്കെ കഴിഞ്ഞു വന്ന് സിംഗപ്പൂരിലുള്ള ബിസിനസ്സൊക്കെ അവളല്ലേ നോക്കി നടത്തേണ്ടത്. എനിക്കിപ്പോഴത്തെ പോലെ നോട്ടക്കാരന്റെ റോള് മതി. പവർ ഓഫ് അറ്റോണിയുടെ കാര്യം പറഞ്ഞ് നീ അവളെ ശല്യപ്പെടുത്തരുത്. ഈ കാര്യം നീ തന്നെ അനുവിനെ വിളിച്ച് പറഞ്ഞേക്ക്. എന്നാലേ അവൾക്ക് ഈ വീട്ടിലേക്ക് വരാനുള്ള മനസ്സുണ്ടാവും. അതാണ് നന്ദന്റെ ആഗ്രഹമെങ്കിൽ ഞാനായിട്ടൊന്നും പറയുന്നില്ല. എടി അനു, നീ എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. ഇനി ഞാൻ നിന്നെ വിടില്ല. നീ എന്റെ വരുതിയിലാവും. അതാണ് എന്റെ ലക്ഷ്യം. അത് ഞാൻ നേടിയിരിക്കും. കേട്ടോ, നാളെ എനിക്ക് നിന്നെ ഒന്ന് കാണണം. സമയം ഞാൻ വിളിച്ചു പറയാം. ഇവളുടെ അങ്ങള് റിക്കവർ ചെയ്ത് വന്നാ അത് സീരിയസ് പ്രശ്നാ. അയാള് സംസാരിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് നമ്മൾ പേടിക്കണം. അയാൾ ആരവിനെ പറ്റി പറയുന്നുണ്ടോ നിന്റെ പേടി? പേടിക്കണമല്ലോ. അയാൾ ആരവിനെ എവിടെ കണ്ടാലും പോലീസിനോട് പറയില്ലേ? അയാള് പോലീസിനെ അറിയിക്കോ? എന്നാ എനിക്ക് കുഴപ്പമാവുമല്ലോ. നിനക്കൊരു പ്രതിസന്ധിയും വരില്ല. ഇവനെ കുറിച്ച് അയാള് പോലീസിന് എന്ത് ഇൻഫർമേഷൻ കൊടുക്കാനാ? ഇവനെ അവിടെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ടായോ? അതിനെന്താ തെളിവ്? ആരവ് നിന്റെ വീട്ടിൽ വന്നതിനോ പോയതിനോ ഒരു തെളിവുമില്ല. ഒരു വാദത്തിന് വേണ്ടി അങ്ങനെയൊക്കെ പറയാമെന്നേ ഉള്ളൂ. ആരവ് അവിടെ ചെന്നതും അയാൾ ആരവിനെ തിരിച്ചറിഞ്ഞതും ഒക്കെ സത്യമല്ലേ? അവിടെ ക്യാമറ വർക്കിംഗ് ആയിരുന്നില്ലല്ലോ. പിന്നെ ആരവിനെ അവിടെ ആരാ കണ്ടത്? ഇവളുടെ അമ്മയോ ഡ്രൈവറോ കണ്ടിട്ടില്ല. ആകെ കണ്ടത് ഇവളുടെ അങ്കിളാ. അയാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇവളോടുള്ള വിരോധം കൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പറയാലോ. ഞാൻ കാരണം നിങ്ങൾക്കെല്ലാം പ്രശ്നമാവുമല്ലോ. നിനക്കൊരു പ്രശ്നവും വരില്ല. അങ്കിള് നിന്നെ കുറിച്ച് പോലീസിന് ഇൻഫോം ചെയ്ത് നോക്കട്ടെ. നമുക്ക് അവിടെ വെച്ച് കാണാം. ഇപ്പൊ നമ്മുടെ വിഷയം അതല്ലല്ലോ. അനു നാട്ടിലേക്ക് പോണോ വേണ്ടയോ അതിലൊരു തീരുമാനം ഉണ്ടാവണ്ടേ? ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല. അതാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞങ്ങൾ എല്ലാരും ആ തീരുമാനത്തിന്റെ കൂടെ. ഇനി ഒരാഴ്ച കോളേജും ഇല്ല. വീട്ടിൽ പോകാതെ ഇവിടെ ഇരുന്ന അതും പ്രശ്നമാവും. ഈ ഒരാഴ്ച അവധിക്കാലം അനുവിന്റെ അമ്മയ്ക്ക് അനുകൂലമായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്കെല്ലാവർക്കും കൂടി ഒരു ടൂർ പോയാലോ? ടൂറ് പോവാനോ? അതാവുമ്പോ
ഒരാഴ്ചത്തേക്ക് ടൂർ പോയാൽ പിന്നെ അനുവിന്റെ നാട്ടിലേക്ക് പോകേണ്ടി വരില്ലല്ലോ.